ഹായ്, ലിസ്ബീക്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്റ്റൂ നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, അപ്പത്തിനൊക്കെ അല്ലേ. ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളിപ്പോൾ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൂ ആണ്, ബീഫ് സ്റ്റൂ. ബീഫ് സ്റ്റൂവും നമ്മൾ ചെയ്യാറുള്ളതാണ്. ഇപ്പോൾ അടുത്ത കാലങ്ങളിലായി എല്ലാവരും ചെയ്യാറുള്ള റെസിപ്പി തന്നെയാണ്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബീഫ് സ്റ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് സ്റ്റൂ ആണ്. നല്ല ആരോമാറ്റിക് ഫ്ലേവേഴ്സൊക്കെ വരുന്ന ഒരു സ്റ്റൂ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. പൊറോട്ട, നാൻ ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെയൊക്കെ നന്നായി യോജിച്ച് പോകുന്ന ഒരു സ്റ്റൂ ആണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ സ്റ്റൂ തയ്യാറാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. ഒരു 2 കഷ്ണം കറുവാപ്പട്ട, ഒരു തക്കോലം, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 ഏലക്കായ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിയാമ്പൂ, ഒരു 5-6 കറിയാമ്പൂ എടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്യാൻ പോണത്. ഏഴെട്ട് പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 7 വെളുത്തുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് ട്രാൻസ്ലൂസൻ്റ് ആയി വരുന്നവരെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 1/2 കിലോ ബീഫാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബീഫ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്വല്പം ഉപ്പും ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഒരുവിധം വേവായിട്ടുണ്ട്. ബീഫ് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചെറിയ പൊട്ടറ്റോ, 2 ചെറിയ ക്യാരറ്റ് പീൽ ചെയ്ത് അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടതാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഡ്രൈ ഗ്രീൻ പീസ് ഉള്ളതെന്ന് വെച്ചാൽ അത് കുതിർത്തിട്ടിട്ട് അത് ആഡ് ചെയ്താലും വിരോധമില്ല കേട്ടോ. 1 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 4 കപ്പ് നാളികേരപ്പാല്, അത് 2ാം പാലാണ് ഞാൻ ആഡ് ചെയ്തത്. 1/2 കപ്പ് നല്ല തൻപാല് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3/4 നാളികേരത്തിൽ നിന്നാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത് കേട്ടോ. കുക്കർ നമുക്ക് അടച്ചു വെക്കാം. ഒരൊറ്റ വിസിൽ അടിക്കണം കേട്ടോ. കുക്കർ ഒരു വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. സ്റ്റൂവിൻ്റെ ഗ്രേവിയുടെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, വറുത്ത അരിപ്പൊടി. അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ സാധാരണ കോൺഫ്ലവർ ഒക്കെ ചിലർ ഉപയോഗിക്കും. കോൺഫ്ലവറിനെക്കാട്ടും കൂടുതൽ നല്ലത് എപ്പോഴും അരിപ്പൊടി യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റും. അപ്പോൾ നമ്മുടെ സ്റ്റൂവിലേക്ക് നമ്മൾ അരിപ്പൊടി കലക്കിയിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. അതായത് ഈ അരിപ്പൊടി ചേർത്തത് ഒന്ന് വെന്ത് വരണം. അതായത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം. അപ്പോൾ ഗ്രേവി പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് തൻപാല് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതായത് നാളികേരത്തിൻ്റെ 1ാം പാല് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ എടുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്റ്റൂവിൽ സ്വല്പം നെയ്യ് ചേർന്ന നല്ല ഒരു സ്മെല്ലാണ്. അപ്പം അതിനായിട്ട് നമ്മളൊരു ടീസ്പൂൺ നെയ്യ് ഒരു പാത്രത്തിൽ ചൂടാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കാഷ്യൂസും റൈസിൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം റൈസിൻസ് നമുക്ക് നെയ്യിലിട്ട് വറുത്തെടുക്കാം.
നട്ട്സും കൂടി നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചെറിയ ഉള്ളി അരിഞ്ഞ് അത് മൂപ്പിച്ച് ഇടാൻ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിടിലൻ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയി കഴിഞ്ഞു.